ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? നിക്കി വ്ളോഗറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു കാഴ്ചയായിട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഈ കാഴ്ച എന്ന്. വേറൊന്നുമല്ല, എല്ലാവർക്കും അറിയാവുന്ന സ്ഥലം തന്നെയാണ്. നമ്മുടെ എറണാകുളത്തെ ക്യൂൻസ് വോക്കയിലാണ്. ഞാൻ രാവിലെ ഒരു 7:30 മണിയായപ്പോൾ ക്യൂൻസ് വോക്കയിൽ ചെന്നു. ഒരു കുഞ്ഞു വീഡിയോ എടുക്കാം എന്നുള്ള ഉദ്ദേശത്തിലൊക്കെ തന്നെയാണ് ചെന്നത്. അപ്പം എന്തായാലും ചെന്നത് വെറുതെ ആയില്ല. നല്ല സൈലന്റ് ആയിട്ട് ഒരു മഴക്കാറുള്ള അന്തരീക്ഷമൊക്കെ ആയിട്ട് കിടക്കുന്ന കണ്ടപ്പോൾ നമ്മുടെ ക്യൂൻസ് വാക്ക് വേ ഒരു കൊച്ചു സുന്ദരിയായിട്ട് എനിക്ക് തോന്നി. അത്ര ഭംഗിയായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഞാൻ എന്തിനാണ് 7:30ക്ക് അവിടെ ചെന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. വേറൊന്നുമല്ല, എനിക്കിന്ന് ചെക്കപ്പുള്ള ദിവസമായിരുന്നു. അപ്പോൾ ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ വന്ന് ടോക്കൺ എടുത്തു. ഡോക്ടർ വരാൻ വീണ്ടും 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, നമുക്കെന്നാ ക്യൂൻസ് വാക്ക് വേയിലേക്ക് പോകാം ചായ കുടിക്കാൻ. അപ്പോൾ കാഴ്ചയും കാണാം, ചായയും കുടിക്കാമല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ ക്യൂൻസ് വാക്ക് വേയിലേക്ക് വന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് എന്തിനാണ് ചെക്കപ്പ് എന്ന്. എനിക്ക് 2 months മുന്നേ മഞ്ഞപ്പിത്തം വന്നായിരുന്നു. മഞ്ഞപ്പിത്തം വന്ന് കുറച്ച് പ്രശ്നമായിരുന്നു, ലിവറിലേക്കൊക്കെ ആയി. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ അതിൻ്റെ ചെക്കപ്പിന് വന്നതാണ്. അപ്പോൾ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അതിൻ്റെ റിസൾട്ട് വരണം, അത് വാങ്ങിയേ ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും നേരം ഹോസ്പിറ്റലിൽ ഇരിക്കാൻ എനിക്ക് മടിയായി. കാരണം ഈ മഞ്ഞപ്പിത്തം വന്നതിന് ശേഷം എപ്പോഴും വീട്ടിൽ തന്നെയാണല്ലോ, അതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാ. അപ്പോൾ ഈ സമയമാകുമ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു സമയം കൂടെ ആണല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്നതാണ്. വന്ന് അങ്ങനെ കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ചായയൊക്കെ കുടിച്ചു. ക്യൂൻസ് വോക്കയിൽ ഞാൻ സാധാരണ വരുന്നത് രാത്രി സമയങ്ങളിലാണ്. പകല് ഞാൻ വരാറില്ല, വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പം ഞാൻ വരുന്ന സമയത്ത് എപ്പോഴും തിരക്കായിരിക്കും. ഇതിപ്പം ഈ സമയം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കടകളൊന്നും അധികം ഇല്ലായിരുന്നു. പിന്നെ ആകെ ചായ കുടിക്കാൻ പറ്റിയ ഒരു 2 കടകൾ മാത്രമേ ഉള്ളായിരുന്നു. വേറെ കടകളൊന്നും ഇല്ലായിരുന്നു. എല്ലാ കടകളും രാത്രിയാണെന്ന് തോന്നുന്നു തുറക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും സൈലന്റ് ആയിട്ട് ക്യൂൻസ് വോക്കേ കണ്ടിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ. കാരണം നല്ല ഒരു അന്തരീക്ഷം, നമുക്ക് അതും നല്ലൊരു ചെറിയൊരു മഴക്കാറും ഒക്കെ ആയിട്ട് ഒരു മങ്ങിയ ഒരു അന്തരീക്ഷം. എനിക്ക് ഈ ഒരു അന്തരീക്ഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ കാഴ്ച നന്നായിട്ട് ആസ്വദിച്ചു. അപ്പോൾ എനിക്ക് തോന്നി അതൊന്ന് വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന്. അങ്ങനെ ഞാൻ എടുത്തതാണ് വീഡിയോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ നമ്മളങ്ങനെ കുറേ നേരം അതിങ്ങനെ നോക്കി നിൽക്കാൻ നല്ല രസമാണല്ലോ ഈ ഒരു ഇതിൽ. അപ്പോൾ അങ്ങനെ കുറേ നേരം നിന്നു. പിന്നെ റോഡിലൊക്കെ ആണെങ്കിലും വണ്ടികളൊന്നും ഇല്ല. അത്ര സൈലന്റ് ആയിട്ടായിരുന്നു കിടന്നത്. ഇടയ്ക്ക് ഓരോ വണ്ടികൾ പോകും, അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ കുറച്ച് ആളുകൾ എക്സസൈസ് ചെയ്യാനും മോർണിംഗ് വാക്കിന് ഇറങ്ങിയ ആളുകളും മാത്രം, അത്രയും ആൾക്കാരേ ഉണ്ടായുള്ളൂ. വേറെ ആരും ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ ഈ കാഴ്ചയൊക്കെ കണ്ട് നിൽക്കുന്ന സമയത്ത് 2 ചേട്ടന്മാർ ഒരു ചെറിയ വെള്ളത്തിൽ തുഴഞ്ഞു പോകുന്നത് കണ്ടു. മീൻ പിടിക്കാൻ വന്നവരാണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ മെട്രോ സിറ്റിയിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ നമുക്ക് മനസ്സിനും കണ്ണിനും കുളിർമ തരുന്ന ഒരു കാഴ്ചയാണ്. അപ്പം ഞങ്ങൾ അതൊക്കെ കണ്ട് പതുക്കെ അവിടുന്ന് പോകാം എന്നുള്ള ഇതിലേക്കായി. അപ്പം ചെറുതായിട്ട് മഴയും തുടങ്ങിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ പോകാനായിട്ട് കാറിലേക്ക് കയറിയപ്പോഴത്തേക്കും മഴ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ആ മഴയത്ത് ആ ഒരു റോഡൊക്കെ ഭയങ്കര സൈലന്റ് ആയിട്ട് കിടക്കുമ്പോൾ ഇങ്ങനെ മഴയത്ത് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ നല്ല രസമല്ലേ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുവേ. ബൈ.